ഹലോ ഡിയേഴ്സ്, എൻ്റെ കണ്ണപ്പൻ്റെ ഒരു കുഞ്ഞ് വിഷു വ്ലോഗ് കണ്ടാലോ. ഞാനിന്ന് വൈകുന്നേരം സാധനങ്ങൾ വാങ്ങാൻ പോണതിന് മുന്നാണ് എനിക്ക് മുടിയൊന്ന് കട്ട് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ വേഗം ഞാൻ മുടിയൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് അമ്മയെ കൊണ്ട് കാണിച്ച ഒപ്പാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ ഒപ്പാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വൈകുന്നേരം വിഷുക്കണി ഒരുക്കാനുള്ള പരിപാടിയിലാണ്. ഞാനും കണ്ണപ്പനുമാണേ. കണ്ണപ്പനാണെങ്കിൽ മുണ്ട് ഷർട്ടും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഡ്രസ്സ് മാറി ഒരു രസമായിട്ടിരിക്കട്ടെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡി ആയിട്ട് ഒരുക്കിയതാണ്. അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെയാണ് ഞാൻ കണിയൊക്കെ ഒരുക്കുക. അപ്പോൾ നിലവിളക്കൊക്കെ കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളി വെച്ചിട്ട് നമുക്ക് സാധാരണ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ആണെങ്കിൽ വൈകുന്നേരം അട ഉണ്ടാക്കും കേട്ടോ. അട ഉണ്ടാക്കിയിട്ട് അടയും കൂടി കണിയിൽ വെക്കും. രാവിലേക്കും നമുക്ക് കഴിക്കാൻ അട തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇത്തവണ ചക്ക അടയാണ് ഉണ്ടാക്കിയത്. എനിക്ക് കുറച്ച് ഈ കഞ്ഞിച്ചക്കയില്ലേ, അത് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയതല്ല, വാങ്ങിയതാണ് ഒരു ചക്ക. അപ്പോൾ അത് കഞ്ഞിച്ചക്കയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വരിക്കച്ചക്കയാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. പക്ഷെ അത് കഞ്ഞിച്ചക്കയായിരുന്നു. അപ്പോൾ അത് ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. അത് അങ്ങനെ കുഴകുഴാന്നാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഈ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും വെക്കാതെ നമ്മൾ അട ഉണ്ടാക്കില്ല, അതുപോലെ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ തിരുവുടയാടയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വിഷുക്കണിക്ക് പ്രത്യേകം, വിഷുക്കണിക്ക് മാത്രമാണല്ലോ നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് സെറ്റിൻ്റെയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷത്തെ തന്നെ വെച്ച് കണി ഒരുക്കി കേട്ടോ. നല്ല ഭംഗിയാണത് വെച്ച് കഴിഞ്ഞാൽ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കണ്ണാടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കുത്ത് വീണതോ അല്ലെങ്കിൽ പൊട്ടിയതോ ഒന്നും വെക്കാൻ പാടില്ല. ഫ്രഷ് ആയിട്ടുള്ള കണ്ണാടി വേണം വെക്കാൻ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ അട ഒരു ഉരുളിയിൽ 2 അട വെറുതെ പ്രസാദത്തിനായിട്ട് മാത്രം അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാണയത്തുട്ടുകളും ഒരു വിഷുക്കോടിയും അതുപോലെ ഒരു ഗ്രന്ഥവും വെക്കണം. ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നാരായണീയമാണ്. നാരായണീയം ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും കണ്ണപ്പനും കൂടി ഏകദേശം വിഷുക്കണിയൊക്കെ റെഡിയാക്കി. പിന്നെ സ്വർണ്ണം വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നപ്പോൾ ചെറിയൊരു പൊട്ട് സ്വർണ്ണം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങാനായിട്ട് പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പൊന്നുവിനെ ഒരുപാട് തവണ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷുക്കണിയൊക്കെ കാണിച്ചു കൊടുത്തു. അവളാണെങ്കിൽ അവിടെ ഭയങ്കര ആഘോഷത്തിലാണ്. പിന്നെ രാവിലെ ഞാനാണ് ആദ്യം വന്ന് കണി കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണപ്പനെ കാണിച്ചു. പിന്നെ ഒന്നുകൂടി ഒരുങ്ങിയിട്ട് അവനൊന്നുകൂടി കൊടുന്ന് കാണിച്ചിട്ട് പിന്നെ രണ്ടുപേരും കൈനീട്ടൊക്കെ കൊടുത്തിട്ട് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. നമ്മുടെ അടുത്തുള്ള ഭദ്രകാളി അമ്പലത്തിലാണ് ആദ്യം പോയത്. അവിടെ പോയപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് മാത്രമേ തുറന്നിട്ടുള്ളൂ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ അധികം തുറക്കുന്നില്ല, പണി ആയതുകൊണ്ട്. അപ്പോൾ ഈ ശംഖുപുഷ്പമാണ് എനിക്ക് പ്രസാദമായിട്ട് കിട്ടിയത്. അല്ലെങ്കിൽ ഇവിടെ കണി വെക്കാറുണ്ട് കേട്ടോ. ഇത്തവണ എന്താണെന്നറിയില്ല, പണി ആയതുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നമ്മുടെ നേരെ അമ്പലത്തിൽ വന്നു. അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നിട്ട് അവിടെയും തൊഴുതു. അപ്പോൾ കണിക്കൊന്നയും ഞങ്ങൾക്ക് കൈനീട്ടവും കിട്ടിയിട്ടുണ്ട്. എൻ്റെയും പൊന്നൂൻ്റെയും കണ്ണപ്പൻ്റെയും കൈനീട്ടം എൻ്റെ കയ്യിലാണേ. പിന്നെ അവിടുന്ന് ഗണപതി ഹോമം കഴിഞ്ഞതിൻ്റെ പ്രസാദം വാങ്ങി നേരെ വീട്ടിലെത്തിയത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചക്കയുടെയും പിന്നെ കട്ടൻ ചായയാണ് കഴിച്ചത് കേട്ടോ. അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ ശേഷം പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടികൾ നോക്കണം, ഭക്ഷണമൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വിഷു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വിഷു ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ